ഗൈസ്, വെൽക്കം ബാക്ക് ടു കഡിൽ സ്റ്റാർസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ എത്രാമത്തെ ഡെസ്ക് ഡെക്കോർ മേക്ക് ഓവർ വീഡിയോ ആണ് ഇതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആയിരിക്കാം. അപ്പോൾ വയ്യാക്കുള്ള ഒരു പ്രോപ്പർ ഡെസ്ക് ഡെക്കോർ നമ്മൾ ഇതേവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർ ഡെസ്ക് ഡെക്കോർ മേക്ക് ഓവർ വീഡിയോ ഇന്നായിട്ട് നിങ്ങൾ കൂട്ടുക. അപ്പോൾ എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ സംഭവം സെറ്റാക്കാം. നമ്മൾ ഈ ഡെസ്ക് ഡെക്കോർ ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെസ്ക് ഡെക്കോർ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മെയിൻ എയിമോട് കൂടിയാണ്, ഏണിങ്സ് കിട്ടുക എന്ന് പറയുന്നത്. ഏണിങ്സ് കിട്ടിയിട്ട് വേണം എൻ്റെ ഒരു എസ്തെറ്റിക് റൂം, എസ്തെറ്റിക് ഡെസ്ക് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ക്രാഫ്റ്റ് ചാനൽ, യൂട്യൂബ് ചാനൽസിൻ്റെ ഒരു എയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏണിങ്സ് ഒന്നും ഇതുവരെയായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല ബിക്കോസ് ഓഫ് വാച്ചേഴ്സ്. അപ്പോൾ ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊരു ഡെസ്ക് ഡെക്കോർ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിലുള്ള അധികം പൈസ ഒന്നും ഇല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ഡെസ്ക് ഡെക്കോർ വീഡിയോ മേക്ക് ഓവർ വീഡിയോ നമുക്ക് കാണാം. എല്ലാ പ്രാവശ്യത്തെയും പോലെ സംസാരിച്ച് ടൈം കളഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ഡെസ്ക് ഡെക്കോർ എന്ന് പറയാൻ പറ്റും, ബട്ട് നമ്മുടെ വൈറ്റ് വാൾപേപ്പർ ഒന്നും നമ്മൾ ഇപ്രാവശ്യം മാറ്റണില്ല. കാരണം ഒരു പ്രാവശ്യം മാറ്റിയതാണല്ലോ. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം, ബട്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ അല്ല. ശരിക്കുമുള്ള ഡെസ്ക് ഡെക്കോർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഏണിങ്സും അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച ഐറ്റംസും ഒന്നും ഇല്ലാതെ ഒരു പ്രോപ്പർ ഡെസ്ക് ഡെക്കോർ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെസ്ക് ഡെക്കോറാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ആസ് യൂഷ്വൽ ഇൻട്രോ, ഐ എം കഡിൽ സ്റ്റാർസ്. സോറി, ഞാനല്ല കഡിൽ സ്റ്റാർസ്, ഐ എം ഐഷ. മൈ നെയിം ഇസ് ഐഷ ആൻഡ് ദിസ് ആർ now you are watching Cuddle Stars. So guys, come, we can see the video. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക് ഗൈസ്. ഇപ്പോഴത്തെ കോലമാണ് ഡെസ്കിൻ്റെ. സംഭവം വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്താൻ പോണില്ല. ഒരു ജസ്റ്റ് കുഞ്ഞ് ചേഞ്ച് മാത്രമേ വരുത്താൻ പോണുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണ സ്ഥലത്ത് അധികം ക്രാഫ്റ്റ് ചെയ്യാനോ കൈ വെക്കാനോ അങ്ങനെ സ്പേസ് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സ്പേസ് ഇൻക്രീസ് ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ഗൈസ്, ടാർഗറ്റ് അതാണ്. പിന്നെ കുറേ കൊച്ചറ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കണം. എന്നാൽ അതെനിക്ക് എടുക്കാനും പറ്റണം. എന്താ ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലീനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന സാധനങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. എവിടെക്കായാലും നിങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണത്. മാറ്റിയിട്ട് ഓരോ കൊച്ചറ സംഭവങ്ങളൊക്കെ മാറ്റണം കേട്ടോ. വേറെ കുറേ ഐറ്റംസൊക്കെ ഞാൻ കളഞ്ഞു, ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഇതാണ് നമ്മുടെ വൈറ്റ് ടേബിൾ ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്കിതൊരു സ്വന്തം പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് തോന്നുകയാണ്. എന്താണെന്ന് അറിയില്ല, ഇതിൽ വലിയ പ്രൗഡൊന്നും ഇല്ല, എങ്കിലും എന്തെങ്കിലും ഒരു പ്രൗഡായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം നമ്മൾ തുടക്കണുണ്ട് ഗൈസ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലമായി യൂട്യൂബ്, നമ്മുടെ 1 ഇയർ ആവാനായി. ജനുവരി 11 എങ്ങാണ്ടാണ്, ജനുവരി 11 നമ്മുടെ യൂട്യൂബ് ആനിവേഴ്സറി. അപ്പോൾ 1 ഇയർ ആവാനായി ഗൈസ്. എന്നിട്ടും നമുക്ക് ഇതേവരെ ആയിട്ടും അങ്ങനെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് നമ്മുടെ കഡിൽ ക്ലൗഡിനെ നോക്കൂ, 1 ഇയർ ആയിട്ട് കുറേ സംഭവങ്ങൾ അച്ചീവ് ചെയ്തു, ബട്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. സോ നിങ്ങളും കൂടി വിചാരിച്ചാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എസ്തെറ്റിക് റൂം ഉണ്ടാക്കാം, ഗീവ് അവേ ചെയ്യാം, എസ്തെറ്റിക് ഡെസ്ക് ഉണ്ടാക്കാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ്. ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, കമൻറ്റ് ചെയ്യ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് വീഡിയോസൊക്കെ ഇടണമെങ്കിലുള്ള കമൻറ്റ് ചെയ്യാം, എന്നാലും എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഇത്രയും വലിയൊരു വാർഡ്രോബ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെക്കണം. എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം. ഞാനിങ്ങനെ ഓരോന്ന് ഇത് സംഭവം ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിലായിരിക്കും മെയിൻലി അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റാപ്ലെയർ, പേപ്പർ കട്ടർ, അതുപോലെ തന്നെ ഇറേസർ, പെൻസിൽ സെറ്റ്,
നമ്മുടെ പഞ്ചറല്ലല്ലോ, എന്നെന്തോ പറയുമല്ലോ, മറന്നുപോയി പേര്. മറ്റിങ്ങനെ അച്ച് അതിൻ്റെ ഇംഗ്ലീഷ് മറന്നുപോയി ഗൈസ്. പിന്നെ ഇങ്ങനെ ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ്, പിന്നെ കുറേ കവായി സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അങ്ങനെ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ വെക്കണത്, രണ്ടാമത്തെ സെക്ഷനിൽ ഞാനൊന്നും മാറ്റണില്ല, കാരണം അത് ഓൾറെഡി അറേഞ്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ കുറേ ബുക്ക്, സ്റ്റിക്കി നോട്ട്സ്, കളർ പേപ്പർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് നമ്മളവിടെ, ബുക്ക് ആൻഡ് സ്റ്റിക്കി നോട്ട് ഐറ്റംസ് ആണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. പണ്ടത്തെ പൊസിഷനിൽ തന്നെയാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്, കാരണം ഇതിനൊരു കോർണറാണ് നല്ലത്. കോർണറാണ് ഇച്ചിരി കൂടെ മാച്ച്. എനിക്ക് വേറൊരു ഐഡിയ വരുന്നില്ല ഗൈസ്. പിന്നെയെന്ന് പറയാനുള്ളത് ഇതാ ഈ ഒരു സെക്ഷനാണ്. ഇതിലും ഞാൻ വലിയ ചേഞ്ചസൊന്നും വരുത്തണില്ല. നമ്മുടെ മറ്റേ ഗ്രീൻ ലാമ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച്, ഇതിൽ നമ്മൾ പെയിൻറ്റിങ് ബ്രഷസും പിന്നെ സ്റ്റാപ്ലെയർ, പഞ്ചർ, പിന്നെ കുറച്ച് ഡെസ്ക് ഡെക്കോർ, പിന്നെ നമ്മുടെ ജോക്കർ കുട്ടൻ, അതിനൊക്കെയാണ് അതിൽ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ സംഭവമുണ്ട്, അത് ഫോൺ സ്റ്റാൻഡാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ പെയിൻറ്റിനാണ് യൂസ് ചെയ്യണത്. ഈ ഒരു ഡബ്ബാന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു പാത്രം ഫുള്ള് നമ്മൾ പെയിൻറ്റ്സിനാണ് വെക്കണത്. കാരണം പെയിൻറ്റിന് കുറേ ഇത് വേണമല്ലോ, അപ്പോൾ നമ്മൾ പെയിൻ്റാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഒരു ഇതിൽ പെയിൻറ്റ് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഇത്രയും പെയിൻറ്റൊക്കെ വാങ്ങണം. അല്ലാണ്ട് വലിയ ജാടൊന്നുമല്ല കേട്ടോ ഗൈസ്. ഓരോ പ്രാവശ്യം വാങ്ങുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കണ്, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ പണ്ടത്തെ പോലെ തന്നെയാണ് മറ്റേ കോർണറിൽ എൻ്റെ സ്കൂൾ ബുക്സും സ്റ്റഡിയിങ് ബുക്സും, നമ്മുടെ ജേണൽ ബുക്ക്, ക്രാഫ്റ്റിംഗ് ബുക്ക്, അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജേണൽ ബുക്കും ഡയറിയും ഒക്കെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് സ്പേസ് വന്നിടത്ത് സ്കെച്ചിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ആ സ്കെച്ചിൻ്റെ കപ്പും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ വെക്കണത് കുറേ കോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ള് പെൻസിലാണ്, പെൻസിലിൻ്റെ സെക്ഷനാണ് അത് പെൻസിലല്ലാണ്ട് വേറെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഡിസൈനിന് ഒരു ഫ്ലവർ വെച്ചെന്നുള്ളൂ ഗൈസ്. പിന്നെ മറ്റേ സൈഡിലായിട്ടൊരു യെല്ലോ കളറ് ഇതുണ്ടല്ലോ, അതിൽ നമ്മുടെ സ്കെയില്, ഷാർപ്നർ മാത്രമുള്ളൊരു സെറ്റാണ്, വേറെ ഒന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. പിന്നെ ആ പിങ്ക് സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടു. അടിപൊളി ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആ പിങ്ക് സാധനം. ഷെൽഫ് പോലെ അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളത് പേനകളുടെ ഒരു സെറ്റാണ്, അതിൽ പേന മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഒരു ഗ്രീൻ ഉണ്ടല്ലോ, അതും നമ്മൾ ആ ഗ്രീന് സാധനം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഗ്രൂപ്പ് എന്നൊക്കെ ആ ഗ്രീൻ സാധനം ഉണ്ടാക്കുന്നതും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിലും പോയി കാണാം കേട്ടോ. അതിൽ നമ്മുടെ കളർ പെൻസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആ പിങ്ക് ഷെൽഫിൽ നമ്മൾ വെക്കണത് 2 അച്ച്, പിന്നെ നമ്മുടെ ഫാബ്രിക് കാസ്റ്റലിൻ്റെ വൈറ്റ് പെയിൻറ്റ്, പിന്നെ പേപ്പർ കട്ടർ, പിന്നെ സ്റ്റാപ്ലെയറിൻ്റെ പിന്ന്, ഇത്രയും ഐറ്റംസാണ് നമ്മൾ വെക്കണത്. പിന്നെ നമ്മുടെ ഒരു പുതിയ താരം ഈ ഡെസ്ക് ഡെക്കോറിൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രീൻ പേപ്പർ കട്ടർ എന്നൊക്കെ ഗൈസ്, ഗ്രീൻ കളർ കട്ടിങ് മാറ്റ് കേട്ടോ. ആ ഒരു കട്ടിങ് മാറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തൊരു വേഗം പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ പർപ്പിൾ ജേണൽ കിറ്റ് വെച്ചിട്ട് ജേണൽ കുറേ നാളായി ചെയ്തിട്ട്, മിക്കവാറും ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ജേണൽ കുറേ നാളായി ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്നോ നാളായിട്ട് അത് ഇടുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഫൈനൽ ലുക്കും പാട്ടൊക്കെ വെച്ചിട്ട് കണ്ടിട്ടോ. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, ബട്ട് എന്നാലും ഇത്രയും നേരം നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തതിൽ ഇച്ചിരി ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരാമല്ലോ. പിന്നെ എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ഗിവ് വേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2K ആയിട്ടില്ല, അപ്പോൾ ഗിഫ്റ്റ്സൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ 2K സബ്സ്ക്രൈബിന് വേണ്ടിയിട്ട് ഗിവ് വേ ഉള്ളത് കാരണം നിങ്ങൾ 2K പെട്ടെന്ന് തന്നെ ആക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞാണ് വരുന്നത്. സാധാരണ ഫസ്റ്റൊക്കെ കൂടിയായിരുന്നു വരുന്നത്, പിന്നെ ഇപ്പോൾ കുറഞ്ഞാണ് വരുന്നത്. അതിന് ഞാൻ തന്നെയാണ് കാരണം, ബിക്കോസ് വീഡിയോസ് ഒന്നും അധികം ഇടാറില്ല പണ്ടത്തെ പോലെ. ഞാൻ പറഞ്ഞല്ലോ സ്കൂളൊക്കെ കാണാനും. ബട്ട് ഐ വിൽ ട്രൈ.
ആൻഡ് ഓൾസോ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയാം. പിന്നെ ക്ലാരിറ്റി പ്രശ്നം, ലൈറ്റ് പ്രശ്നം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബിക്കോസ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ക്യാമറയിലോ ഫോണിലോ ഒന്നുമല്ല, എൻ്റെ ടാബിലാണ്. ടാബിൽ ഹോണർ പാഡാണ്, അതുകൊണ്ട് തന്നെ അധികം ക്ലിയർ ഇല്ല. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഈസ്തറ്റിക് ലുക്ക് ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല വെളിച്ചം ഒക്കെ ഉണ്ട്. പക്ഷെ വീഡിയോയിലേക്ക് വരുമ്പോൾ അത് ഇച്ചിരി ഇരുട്ടാവും. പറ്റാവുന്നത്ര ഞാൻ ഫിൽറ്റർ ആഡ് ചെയ്ത് ഇതാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ ഒരു ഡെസ്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസ് വേണം എന്നും എല്ലാവരും പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സൈനിങ് ഔട്ട്, മീ ഐഷ. You are watching Colonel Stars. എല്ലാവർക്കും ബൈ.